ഹലോ, ഇന്നിനെ എങ്ങോട്ടാന്നല്ലേ? എപ്പോഴത്തെയും പോലെ മാർക്കറ്റിലേക്ക് തന്നെയാണ് കേട്ടോ. ഇവിടെയുള്ളൊരു ദീദിയുടെ മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവനുള്ള ഗിഫ്റ്റ് വാങ്ങാനും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുമാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോഴത്തെ സ്ട്രീറ്റ് ഫുഡിൽ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്. പനീർ ടിക്കയും സോയാ ചാപ്പുമാണ്. അങ്ങനെ അത് രണ്ടും പാർസൽ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞാൻ കയറിയത് ഫ്രൂട്ട്സ് കടയിലേക്കാണ്. ഒടുക്കത്തെ വിലയാണ് കേട്ടോ ഫ്രൂട്ട്സിനൊക്കെ. ഈ അച്ചാച്ചനെ കണ്ടോ? ഈ അച്ചാച്ചനെ അച്ഛനെ കുട്ടി എപ്പം പോയാലും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് എടുത്തിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കും. ഭയങ്കര കാര്യമാണ് കേട്ടോ. ഇന്നത്തെ പോക്കിൽ അച്ചൂസിനാണ് കോൾ അടിച്ചത്. കുറേ നാളായി കാൽക്കുലേറ്റർ ഉള്ള ബോക്സ് വേണമെന്ന് പറയും. ഇന്നാണ് ഞാൻ വാങ്ങിച്ച് കൊടുത്തത്. എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട് ഇതൊന്നും സ്കൂളിൽ അലൗഡ് അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സോയാ ചാപ്പ് കഴിക്കാനായിരുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം റെഡിയായിട്ട് ബർത്ത്ഡേക്ക് പോകാൻ. അച്ചൂസിന് എനിക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട സാധനമായതുകൊണ്ട് തന്നെ ഞങ്ങൾ മത്സരിച്ച് കഴിക്കുകയായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു പുതിന ചട്നി കൂടി ഉണ്ട് കേട്ടോ. അത് കൂട്ടി കഴിക്കാനാണ് അച്ചൂന് ഇഷ്ടം. എനിക്കിങ്ങനെ വെറുങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് തന്നിട്ടുണ്ടാവും. അതും കൂട്ടി കഴിക്കാൻ ഒടുക്കത്തെ ടേസ്റ്റാണ്. അങ്ങനെ ചാപ്പും കഴിച്ച് റെഡിയായി ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്ക് എത്തി. ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷിബില വൈകുന്നേരം വീട്ടിലേക്ക് വന്നായിരുന്നു. അവളുടെ മോളാണ് ഇത്, ആമി. അവൾ വൈകുന്നേരം വീട്ടിലേക്ക് വന്നതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ബർത്ത്ഡേക്ക് വന്നു കേട്ടോ. അവളോട് എപ്പോൾ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഡാൻസ് കളിക്കും. അത് കഴിഞ്ഞ് ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അവർ നമ്മളെപ്പോലെയല്ല, പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേക്കൊക്കെ കട്ട് ചെയ്യാറുള്ളൂ. ഈ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. മുമ്പ് എൻ്റെ അയൽപ്പക്കത്തായിരുന്നു ഇവർ താമസിച്ചുകൊണ്ട്. ഇവർ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് നമ്മളൊക്കെ മെഴുകുതിരി ഊതിയിട്ടല്ലേ കേക്ക് കട്ട് ചെയ്യുക. ഇവരത് ഊതില്ല. അത് ഊതിക്കഴിഞ്ഞാൽ ദോഷമാണെന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.